ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലാമ്പാണ് കേട്ടോ. ഒരു ഫുള്ള് ചിരട്ട കൊണ്ട് തന്നെ വെച്ച് ഉണ്ടാക്കുന്ന ഒരടിപൊളി ലാമ്പാണ്. നല്ല ഭംഗിക്ക് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അത് ഹോൾഡ് ചെയ്ത് നിർത്തുകയും ചെയ്യാം. അതിന് വേണ്ട ഒരു കൊളുത്തും ഉണ്ട്. പിന്നെ നമുക്ക് ടേബിളിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്രാഫ്റ്റിന് വേണ്ട ചിരട്ടയാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ചിരട്ടകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഗ്രൈൻഡർ വെച്ചിട്ട് പേപ്പർ ഇട്ട് എടുക്കാനുമുണ്ട്. പിന്നെ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുമുണ്ട്. പിന്നെ ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ അത് ആക്സോ ബോർഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുഴുവൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒട്ടിക്കാൻ പിന്നെ ഫ്ലെക്സ് കേക്കും ചിരട്ടയുടെ പൊടിയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം ഇതുപോലെയാണ് നമ്മളിത് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് എടുക്കണുണ്ട് ചിരട്ട. പിന്നെ അതിൻ്റെ അരികൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഇതിലൊന്നും അരികൊക്കെ ഒന്ന് അങ്ങനെ കറക്റ്റാക്കി വെക്കുന്നില്ല. നിലത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ടത് മാത്രമേ കറക്റ്റാക്കിയിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ ഏകദേശമൊക്കെ ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങ് ഷേപ്പാക്കി എടുത്തേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ വെച്ച് ഒട്ടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒട്ടിക്കുന്നതിൻ്റെ മുന്നായിട്ട് അതിൻ്റെ പുറകിൽ നമ്മളൊരു ഡോറ് പോലെ ഒരു ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പീസ് കട്ട് ചെയ്തിട്ട് അതവിടെ തുറന്ന് വെച്ച പോലെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുന്നുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പീസ് കൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഹാങ് ചെയ്ത് നിർത്താനും വേണ്ടിയിട്ട് ഒരു കൊളുത്ത് രൂപത്തിലൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസുകൾ ഏകദേശം പേപ്പറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെച്ച് വരച്ചിട്ട് കറക്റ്റാക്കി സീറ്റിംഗ് ആക്കി വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം അത് ഒട്ടി കിട്ടിയിട്ടുണ്ട്. അത് ഒട്ടി കിട്ടിയതിന് ശേഷം നമ്മൾ താഴെ ഭാഗത്തും ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് പൊടിയിട്ട് ശരിക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട് ചെയ്ത പീസ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് പൊടിയിട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളിത് ഏകദേശം ഒട്ടിച്ച് അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് ഒട്ടിക്കാനുള്ള ശ്രമമാണ്. കുറച്ചൊന്ന് ഒട്ടിപ്പിടിച്ചിട്ട് നമ്മളതിൽ പൊടിയൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് ചെറിയ 2 പീസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം പേപ്പറൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 2 പീസാക്കിയിട്ടാണ് അത് വളഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ നമുക്ക് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചിരട്ട നമ്മളതിൻ്റെ മേലേക്ക് തലഭാഗം വരുന്ന ഭാഗങ്ങളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് അതും മൊത്തത്തിൽ ഒന്ന്
ശരിക്കും നിൽക്കുന്ന രീതിയിൽ, അതിലാണ് ഇതിൻ്റെ വെയിറ്റൊക്കെ താങ്ങുക. അപ്പോൾ അതിന് കണ്ടിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ അത് ശരിക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മേലേക്ക് അത് ഒരു കുളത്ത് രൂപത്തിലാക്കിയെടുക്കാൻ ഒരു 2 പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കറക്റ്റാക്കി ഇതിൽ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഏകദേശ രീതിയിൽ ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ നല്ല ബലത്തിൽ നമ്മൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തു. അതിങ്ങനെ മേളെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ആവുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കാണിക്കുന്നത്. ഏകദേശം നല്ല രീതിയിൽ തന്നെ മുഴുവനായിട്ട് നമുക്ക് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ടെടുക്കുന്നുണ്ട്. ഇത് ക്ലിയറായിട്ട് നമ്മൾ ഫുള്ളായിട്ട് പേപ്പർ അങ്ങ് ഇട്ടിട്ടില്ല, കാരണം ഇത് ഗ്രൈൻഡ് ചെയ്ത പാടുകളൊക്കെ കുറച്ച് അതിലുണ്ട്. ഇത് അങ്ങനത്തെ ഒരു ഡിസൈനായിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പേപ്പർ ഇട്ട് എടുക്കണുള്ളൂ. അങ്ങനെ ഫുള്ള് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു സംഭവമല്ല, അതിങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവമാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കണ്ടിട്ടേ പേപ്പർ ഇടണുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു കോട്ട് വെളിച്ചെണ്ണ അടിച്ചെടുക്കുന്നുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടെ അടിച്ചിട്ട് പിന്നെ നമ്മുടെ വുഡ് ഫിനിഷ് ടച്ച് വുഡ് അതിലേക്ക് അടിക്കുന്നതാണ് സ്ലീക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം നല്ല രീതിയിൽ നമുക്ക് മൊത്തത്തിലൊന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണങ്ങിയതിന് ശേഷം ഇതിലേക്ക് സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കോട്ട് സ്ലീക്ക് കൂടി ഇതിലേക്ക് അടിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇത് അടിച്ചതിന് ശേഷം നമുക്ക് നല്ല ഭംഗിക്ക് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് LED ബൾബ് കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ടേബിളിലും വെക്കാൻ നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്തുകയും ചെയ്യാം, ഒരു കുളത്തുള്ളത് കൊണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും